മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ഘടകകക്ഷികളെ നിലനിർത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തുക എന്നതായിരുന്നു മഹായുതി സഖ്യത്തിന്റെ ഏറ്റവും വലിയ കടമ്പ. നിലവിലുണ്ടായിരുന്ന മഹായുതി സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് BJPക്കാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാര്യത്തിൽ കൃത്യമായ അവകാശവാദം ഉന്നയിക്കാൻ BJPക്ക് ആകുമായിരുന്നു. എന്നാൽ തുടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി BJP പിന്നീട് തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയായിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിലെ അടുത്ത മുഖ്യമന്ത്രി പദം BJPയിലേക്ക് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ശിവസേന, NCP എന്നീ പാർട്ടികളിൽ നിന്ന് ഓരോ ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടാകും. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ്, ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മഹായുതി സഖ്യം തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് 3 കക്ഷികളും അവകാശവാദം ഉന്നയിച്ചതോടെ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണം വൈകുകയായിരുന്നു. BJP തങ്ങളുടെ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നതാണ് ശിവസേനയുടെ വാദം. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത നേതാക്കൾ ഇടപെട്ടുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എടുക്കാമെന്ന് ഏക്നാഥ് ഷിൻഡെ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഞാനൊരു തടസ്സമാകില്ല എന്ന് പ്രധാനമന്ത്രി മോദിയോട് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കുമെന്നും ഷിൻഡെ മാധ്യമപ്രവർത്തകരോടും പ്രതികരിച്ചിരുന്നതാണ്. മുന്നണിയിലും പാർട്ടിയിലും ആരും അസ്വസ്ഥനല്ല എന്നും ഒരു സ്ഥാനത്തിനും അത്യാഗ്രഹമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 3 പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളായ ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ വ്യാഴാഴ്ച ഡൽഹിയിലെത്തി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിമാരെയും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. 2019 സമാനമായ പ്രതിസന്ധിയിലേക്ക് NDA സഖ്യം പോയിരുന്നു. അന്ന് അവിഭക്ത ശിവസേനയും BJPയും സഖ്യം ചേർന്ന് മത്സരിക്കുകയും ഭൂരിപക്ഷം നേടുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് ഒടുവിൽ ശിവസേന സഖ്യം വിടുകയും കോൺഗ്രസും NCPയുമായി ചേർന്ന് അധികാരത്തിലെത്തുകയുമായിരുന്നു. പിന്നീട് ശിവസേനയെ പിളർത്തിക്കൊണ്ട് അവരുടെ നേതാവായ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി BJP അധികാരം തിരികെ പിടിക്കുകയായിരുന്നു. പിന്നീട് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ NCPയെയും പിളർത്തി. 2019 നിന്നും വ്യത്യസ്തമായി ശിവസേനയുടെ പിന്തുണയില്ല എങ്കിലും NCP പിന്തുണയിൽ BJPക്ക് മഹാരാഷ്ട്രയിൽ ഇത് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്നതാണ് സവിശേഷത. 288 അംഗ നിയമസഭയിൽ 132 സീറ്റുകളിലാണ് BJP വിജയിച്ചത്. ശിവസേനയ്ക്ക് 57ഉം NCPക്ക് 41 സീറ്റുകളുമാണ് ലഭിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് 145 പേരുടെ പിന്തുണയും മതി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ വ്യാപകമായി രംഗത്തിറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഷിൻഡെ അനുയായികൾക്കായി പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിരുന്നു. സ്ഥാനമൊഴിയാൻ സന്നദ്ധനാണ് എന്നൊരു സൂചനയാണ് ഈ പോസ്റ്റിൽ രാഷ്ട്രീയ നിരീക്ഷകർ വായിച്ചെടുക്കുന്നത്. അനുയായികളോട് ശാന്തരായിരിക്കുവാനും മുംബൈയിൽ എവിടെയും ഒത്തുകൂടരുതെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ഷിൻഡെ ആവശ്യപ്പെട്ടിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അധികാരത്തിലേക്ക് എത്താനുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് അധികമായി വേണ്ടത് കേവലം 13 MLAമാരുടെ പിന്തുണ മാത്രമായിരുന്നു. അവിഭക്ത ശിവസേനയെയും NCPയെയും പിളർത്താൻ നടന്ന കരുനീക്കങ്ങൾ അജിത് പവാറിനും ഏക്നാഥ് ഷിൻഡെയ്ക്കും ബോധ്യമുള്ളതുമാണ്. അതിനാൽ തന്നെ ഷിൻഡെയോ അജിത് പവാറിനെയോ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇത്തവണ BJPയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യത ഇല്ല എന്ന് തന്നെയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ആദ്യം വിലയിരുത്തിയത്. നിലവിൽ സഖ്യത്തിലെ മൂന്നാമനായ അജിത് പവാറിന്റെ നിലപാടും പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ നിർണായകമായി. ഷിൻഡെയേക്കാൾ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി വരാനാണ് താല്പര്യമെന്നത് പരസ്യമായ രഹസ്യമാണ്. നിലവിലെ മഹായുതി സർക്കാരിൽ മുഖ്യമന്ത്രിയായിരുന്ന ഷിൻഡെയും അജിത് പവാറും തമ്മിലുള്ള ബന്ധം അത്ര സുഗമമായിരുന്നില്ല. ഷിൻഡെയും അജിത് പവാറും മറാത്ത സമുദായത്തിൽപ്പെട്ടവരാണ്. അതിനാൽ തന്നെ സാമുദായിക അടിത്തറ സംബന്ധിച്ച സംഘർഷങ്ങളും ഇവർക്കിടയിൽ വൈരുദ്ധ്യങ്ങളായിരുന്നു. നിലവിൽ ഷിൻഡെയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയിൽ അജിത് പവാറിന് ആശങ്കയുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറാത്ത സമുദായത്തിൽ ഷിൻഡെയുടെ സ്വാധീനം വളരുന്നത് തന്റെ രാഷ്ട്രീയ അടിത്തറയെ ബാധിച്ചേക്കുമെന്ന് അജിത് പവാർ ഭയപ്പെടുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഷിൻഡെയ്ക്കും ഫഡ്നാവിസിനുമിടയിൽ തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നാൽ അജിത് പവാർ BJPക്കൊപ്പം നിൽക്കുമെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രി പദവി ലക്ഷ്യമാക്കിയായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നീക്കങ്ങൾ. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് നിന്നുള്ള പിന്തുണയും ഫഡ്നാവിസിന് അനുകൂല ഘടകം തന്നെയായിരുന്നു. സ്വയം നേതാവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള വീഡിയോ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഫഡ്നാവിസ് പോസ്റ്റ് ചെയ്തത് ശ്രദ്ധേയമായിരുന്നു. ഏതാണ്ട് 3 മിനിറ്റ് നീണ്ടുനിന്ന വീഡിയോയിൽ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയായിരുന്നു.
എന്നാൽ മഹായുതി സഖ്യത്തിലെ ഈ പ്രതിസന്ധി മുൻപേ പ്രവചിക്കപ്പെട്ടിരുന്നു എന്നതാണ് വസ്തുത. ഇന്ത്യ മുന്നണിയിലെ മുൻ മന്ത്രിയും NCPയുടെ ഭാഗവുമായിരുന്ന നവാബ് മാലിക് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അജിത് പവാർ കിങ് മേക്കർ ആകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. അജിത്തിന്റെ നീക്കം തന്നെയാണ് BJPയെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള കാരണങ്ങളിൽ പ്രധാനവും.